സച്ച് क्या അച്ഛാ 52 വർഷത്തിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ മഴ പെയ്യുന്നത്. ഈ വർഷം ഇവർക്ക് സമ്മർ കിട്ടിയിട്ട് പോലും ഇല്ലല്ലോ മര്യാദക്ക്. ഈ ചേച്ചിക്ക് ന്യൂസിൻ്റെ ആൾക്കാരാട്ടോ, അവരൊക്കെ ചാനൽ ഇതാക്കാൻ വേണ്ടി വന്നതാണ്. വൻ മഴയാണല്ലോ, വൻ മഴ. എന്നിട്ട് ഞങ്ങൾ സീഗീനെ കിടക്കുന്നത്. നമ്മളെ വണ്ടിയാണെങ്കിൽ അതിൻ്റെ തൊട്ടടിയിലാണ് ഉള്ളത്. തൊട്ടടിയിലല്ല, തൊട്ട് സൈഡിലായിട്ട് കുറച്ച് ഇപ്പുറം. ഒന്നും പറ്റാന്നാ മതി. വൈകുന്നേരമായപ്പോൾ തന്നെ അവർ ഈ വണ്ടി സെറ്റാക്കിട്ടോ. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് കൂളൻ്റ് ഒഴിച്ച് ഇത് പോകാനായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കയറ്റാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊള്ളാം. ഈ വണ്ടി സ്റ്റാർട്ടായിട്ട് ഗൈസ്, സെറ്റായി. മൂപ്പരെ വെച്ചിട്ട് നമ്മളത് ആ വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഉന്തി അങ്ങോട്ട് കയറ്റിയാണ് വർക്ക്ഷോപ്പിൽ അങ്ങോട്ട്. വേറെ ഓപ്ഷൻ അല്ല. നമ്മൾ പണി തുടങ്ങിട്ടോ. ഈ വണ്ടിൻ്റെ ആക്സിൽ ചല കയന ആക്സിൽ ആക്സിൽ പോയിട്ടുണ്ടെന്നാണ് ഒറ്റ പറഞ്ഞിട്ടുള്ളത്. ഇനി ചെക്ക് ചെയ്യണം. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം. സർഫിലേ നമ്മളിപ്പോൾ എവിടെ ഉള്ളേ? എവിടെ ഉള്ളേ ഗൈസ്? ഞങ്ങളങ്ങനെ അവിടുത്തെ പണിക്കാരുടെ റൂമിലേക്ക് വന്നിട്ട്, അവർ രണ്ടുപേരും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്. അവർ റൂമിലേക്ക് വന്നു. അവർ അവർ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ കിടക്കാനും പറഞ്ഞു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നാളെ കിടക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരാം, പക്ഷേ വണ്ടിയിൽ കിടത്താൻ തന്നെയാണെന്ന് പറഞ്ഞു. അർഫിലി വണ്ടിക്ക് പോവല്ലേ അല്ലേ? സെറ്റല്ലേ? കൊള്ളാല്ലേ ചെക്കന്മാര്? നല്ല സ്ഥലം കേട്ടോ, നല്ല കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മളങ്ങനെ അവരെ കൂടെ ഇരുന്ന് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വൈബനാണ് വൈബ് അല്ലേ? ഇന്നാഴ്ചയൊക്കെ വണ്ടി കുടുങ്ങിയോണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നേ. നോക്കിയേ, ഇവര് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് പ്രോപ്പറായിട്ട് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അവൻ അവിടെ ഇരിക്കുന്നേ, അവിടെ ഇരിക്കുന്നേ. സർഫിലിതാ ബ്രോ भाई आप दोनों का नाम बोलो इसमें एक बार. കാകർപാൽ, ആകാശ്. എന്തായാലും കൊള്ളാട്ടോ, അവര് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല ആൾക്കാര് അല്ലേ? സെറ്റ് അടിപൊളിയാ തന്നെ. ഞാനിത് കഴിച്ചോട്ടെ. ഇവരുണ്ടാക്കലുണ്ടാവും തന്നെ. കൊള്ളാല്ലേ? ബടിയ ബൈ, ബഹുത് ബടിയ. അവർ നമ്മളെ പാത്രം വരെ കേൾക്കാൻ സമ്മതിച്ചില്ല. ഇതാണ് നമ്മുടെ സോലൻ സിറ്റി. നമുക്കിങ്ങനെ ലൈറ്റ് കാണാൻ പറ്റും ഇവിടുന്ന്. ആരും ഉറങ്ങിയിട്ടില്ല തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് ഈ ഇതിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല രീതിയിൽ എല്ലാ വീട്ടിലത്തെ ലൈറ്റും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെരുപ്പ് പോയി ഗൈസ്. നമ്മൾ നടന്ന് പോകുന്ന വഴി ഞാൻ കാണിച്ചു കേട്ടോ. പോകുന്ന വഴിയിൽ മരമൊക്കെ വീണ് നടക്കുന്നുണ്ട്. നമ്മൾ കാട്ടുകൂടെ പോകുന്ന അഡ്വഞ്ചറാണ് രാത്രി. കണ്ടോ വേണില്ല, മരം വീണ് നടക്കുന്നത് വലിയൊരു മരം. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകണം. ഇനി അപ്പുറത്ത് അവിടെയും മരം വീണ് നടക്കുന്നത്. അതിൻ്റെ കൊമ്പും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും കാട് കയറി എസ് ഡി കൂടെ തന്നെയല്ലേ. വാ, ആയിക്കൂടെ പോയില്ലടാ, കയ്യോ ഇതിൽ കൂടെ വന്നു നമ്മൾ. യെസ്, ഇനി അങ്ങോട്ട് സിമ്പിളാണ്. 2-3 മിനിറ്റ് കൂടി നടക്കണം വണ്ടിക്ക് മെയിൻ റോഡിൽ എത്തണമെങ്കിൽ. ഓരോ രാത്രി ആകുമ്പോഴും ഇവിടെ വെള്ളച്ചാട്ടത്തിന് എണ്ണം കൂടുകയാണല്ലോ. ഇതാട്ടോ നമ്മളെ മുത്ത് അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നേ. രാവിലെ എണീറ്റപ്പോൾ ഇവർ രണ്ടാളുണ്ട് റെഡിയായി നിൽക്കുന്നത്, നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. എൻ്റെ വണ്ടിക്ക് നന്നാക്കിയിട്ട് പോകാന്ന് പറഞ്ഞ് തീർക്കാണ്. നോക്കുക, മുങ്ങാനുള്ള പരിപാടിയാണ് രണ്ടാളും. പക്ക കരുവ് കാരണന്മാരെ കാടി ഇവരെ കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് പണി മാറ്റി പിടിച്ച് മരപ്പണിയായിപ്പോ. ഇത് ഇവരെ കൊണ്ട് പറ്റില്ലായിരുന്നു. അവര് പുള്ളെടുക്കാൻ പോയില്ലടാ. രാവിലെ എണീറ്റ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചായക്കട വന്നിട്ട് ഇവിടുന്ന് എന്താണ് എഗ് പൊറോട്ട കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനക്ക് കിട്ടി. നിനക്കാണല്ലോ മൂപ്പർ എപ്പോഴും സാധനം തരുന്ന. ഫസ്റ്റ് നീ എന്തെങ്കിലും കൊടുത്തു മൂപ്പർക്ക്? भाई आपका नाम? गौरव. भाई आपका नाम?
സുരേന്ദ്ര സിംഗ്. മൂപ്പര് ഉത്തരാഖണ്ഡിൽ നിന്നാട്ടോ. മൂപ്പര സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നു കുറച്ച് നേരമായിട്ട് മൂപ്പർക്ക്. ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ കേട്ടോ അവർ സാധനം കൊണ്ടുവന്ന് തുറന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്ന് പോയിക്കും. എന്തായാലും പൊളിച്ചു. चंडीगढ़ भी बंद है, देहरादून भी बंद है. अच्छा हिमाचल कट है अभी. अच्छा अभी इधर से नहीं जा सकता. अभी नहीं जा सकता. शाम तक रोड खुलेगा फिर. വൈകുന്നേരം ആകുമ്പോൾ റെഡിയാകും. ഇവിടെ മുമ്പിലുള്ള സ്ഥലങ്ങളൊക്കെ ലോക്കൽ. 2 റോഡിലേക്കുള്ള പോകുന്ന റോഡിലും ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ട്. റോഡ് മൊത്തം കൊണ്ടുപോയിട്ടാറ്. हाँ वो दिखाया कल से कुछ नहीं कर रहा था, वो सब दिखा रहा था. हाँ തുറന്ന് ആക്സിൽ നോക്കിയപ്പോൾ ആക്സിൽ പൊട്ടിയിട്ടില്ല ഒന്നിന്. ഇപ്പം ഇനി ഹൗസിങ്ങിൻ്റെ ഉള്ളത്തെ സീൻ ആയിരിക്കും വിചാരിച്ചിട്ട് അത് തുറക്കുന്നുണ്ട്. ഹൗസിങ്ങിൻ്റെ അടിയത്തെ ബോൾട്ട് ഓപ്പൺ ആക്കിയപ്പം പാത്രം വെച്ചാട്ടോ അതിലേക്ക് ഒരു തുള്ളി ഓയിൽ പോലും വീണില്ല. ഓയിലില്ലാതെ പണി കിട്ടിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓയിലില്ലാതെ പീനിയൻ സീനായി പോയതാട്ടോ അല്ലേ. എൻ്റെ മോനെ ചെത്തി പോയിക്കണ്ടേ സൈക്കിളും കൊണ്ടിട്ടാണ് രണ്ടാളും വെച്ച് പോകുന്നത് കേട്ടോ. ഇവരെ മുമ്പിൽ മറ്റേ ഇരുത്തൽ നമ്മൾ ഒരു വണ്ടിമേൽ അതേപോലെ അവർ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എവിടേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക്, പെട്രോൾ ബങ്കിലേക്ക്. വണ്ടിൻ്റെ ഹൗസിങ്ങിൻ്റെ അകത്തുള്ള സാധനമൊക്കെ ഏകദേശം ഓയിലില്ലാതെ മൊത്തം പണിയായിട്ടുണ്ട് കേട്ടോ. ബെയറിങ്ങും ഒക്കെ പീനിയനും ക്രൗണും ഒക്കെ പണിയായിട്ടുണ്ട്. എന്നിട്ട് ഇവരെ വണ്ടിയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി സാധനം കാര്യങ്ങളും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോവാണ് അവർ. വിട്ടാൽ അവിടെ നിന്ന് തന്നെ അവർ ഫിറ്റ് ചെയ്ത് കൊണ്ടുള്ള പരിപാടിയാണ്. ഇവര് പറഞ്ഞിട്ടില്ലേ ഹിമാചലത്തെ എല്ലാ റോഡും ലോക്കായി അടക്കാന്ന് പറഞ്ഞു. എല്ലാം ബ്ലോക്കായി അടക്കാണ്. ചാണ്ടിഗഡ്ക്ക് പോകുന്ന മെയിൻ റോഡൊക്കെ ഒഴിച്ചാ പോയിട്ടുണ്ട്. ചെക്കൻ്റെ ഒരു അവസ്ഥ ഉണ്ട് നിങ്ങളെ. സങ്കടാട്ടോ അടി കാണുമ്പോ. നമ്മളെ മിസ്റ്റേക്കാണ്, ഐ മീൻ എൻ്റെ മിസ്റ്റേക്കുമാണ് ഓയിൽ നോക്കാതെ പോയത് അല്ലേ. ഒരു ഹൗസിംഗ് കുറച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല. ഇനി സത്യം കാണുമ്പോ സങ്കടം വരുന്നുണ്ടോ. ചിരിക്കുന്ന നോക്കണ്ട, സങ്കടം കൊണ്ടാണ് ചിരിക്കുന്നത്. ഉള്ളില് നല്ല സങ്കടം ഉണ്ടെങ്കിലും വിശപ്പിനൊരു കുറവില്ല കേട്ടോ. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. എന്താ ചാവലും റൊട്ടിയും അതേപോലെ കടലക്കറിയും പട്ടാണി കടലക്കറിയും അച്ചാറും മതി. ഒരു ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട് കഴിക്കാനല്ലേ. ഇന്നത്തെ ഒരു ദിവസം മഴ പെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം വേണ്ടിയില്ലേ നല്ല വെയിലുണ്ട്. അത് കാരണത്താൽ തന്നെ അങ്ങോട്ട് ഉള്ള ഭംഗി വേറെ തന്നെ കേട്ടോ. कितना दिन हो गया? कल कितने बजे? 3 बजे. ऐसे ഇന്നലെ 3 മണിക്ക് അവിടെ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചാട്ടോ. നോക്കി നിങ്ങൾ അവിടെ ഒരു സായിബാബന്റെ ടെമ്പിൾ ആണ്. അത് ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഇവിടുത്തെ ലോക്കൽസിന്റെ കൂടെ അത് കളിക്കാട്ടോ. യെസ് അല്ല സെറ്റാ ഞാൻ സെറ്റാ. ഞാൻ കളിക്കട്ടെ കുറച്ച് നേരം. നീയല്ലേ കളിക്കണ്ടായിരുന്നേ. യെസ് അടിപൊളി ഗെയിമാട്ടത്. നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോ ടൈപ്പ് കളികൾ കളിക്കുന്നേ. വൈബല്ലേ. ഇവര് നമ്മളെ വണ്ടിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഉടനെ ചോദിച്ചു ആ വണ്ടിയാണെന്ന് ചോദിച്ചു. നമ്മൾ ഇവരെ കൂടെ കളിച്ചതിനിടയ്ക്ക് പോലീസ് എന്നാണ് കളി നിർത്താൻ പറഞ്ഞത്. ഇതിൽ മൂപ്പർക്ക് കുറച്ച് മലയാളമൊക്കെ അറിയട്ടെ, കുറച്ച് തെറികളാണ് മൂപ്പർക്ക് അറിയാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്പറൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ ചെക്കന്മാരപ്പോൾ കൂടുതൽ കളിച്ചു, വൻ വൈബായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. കബ് ബനായ റെയിൽവേ ട്രാക്ക്? So you are at the place that is called District Solan from Himachal, and there is a beautiful place out here that's named Badok, and it's named on the name of the engineer which was called from England to make the straightest Asia's highest straightest tunnel. Okay. And that was 1 kilometer long, but unfortunately Badok couldn't meet the two ends of the tunnel. Okay. So he attempted a suicide, and for his glory, this name is named as Badok. Okay. But it's also one of the top 10 highest haunted places of the India for the exploration of like adventurers like you and me. Oh, that's nice, man. There is a tunnel just 2 kilometers away from here. That is 1 kilometer, Asia's highest straightest tunnel right now.
for railways. Okay. And yeah, That's you it. Chalo, let's go. Oh man.